സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിന് കർദിനാളായി വാഴിക്കുന്ന ചടങ്ങ് ഇന്ന് വത്തിക്കാനിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 9-ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് കൂവക്കാടിന് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുക. ചടങ്ങിൻ്റെ ഭാഗമാകാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കർദിനാളിൻ്റെ സ്ഥാനാരോഹണം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 9 മണിക്ക് നടക്കുന്നു. മാർപ്പാപ്പ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഭാരതത്തിൻ്റെ പ്രതിനിധികളായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വത്തിക്കാനിൽ എത്തിയിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഗൗതം. വിനോദേ, ഭാരതത്തിലെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ്. ഇന്ത്യൻ സമയം രാത്രി 9 മണിക്കാണ് 20 പേരെ കർദിനാൾ പദവിയിലേക്ക് ഇന്നിപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ഉയർത്തുന്നത്. ആ ചടങ്ങ് രാത്രി 9 മണിക്ക് നടക്കുന്ന ഘട്ടത്തിൽ ഭാരതത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള സംഘവും വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രിയും മലയാളിയുമായിട്ടുള്ള ജോർജ് കുര്യൻ തന്നെയാണ് ആ സംഘത്തെ നയിക്കുന്നത്. ജോർജ് കുര്യനൊപ്പം മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവും മാവേലിക്കരയിൽ നിന്നുള്ള എംപിയുമായിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ്, അതോടൊപ്പം തന്നെ BJP ദേശീയ വക്താവ് ടോം വടക്കൻ, BJP ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി, യുവമോർച്ചയുടെ മുൻ ദേശീയ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ BJP നേതാവുമായ അനൂപ് ആന്റണി തുടങ്ങിയ വലിയൊരു സംഘം തന്നെ ഇപ്പോൾ വത്തിക്കാനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഇന്ത്യൻ സമയം വൈകുന്നേരം 9-ന് നടക്കുന്ന ചടങ്ങിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോർജ് കുര്യൻ്റെ നേതൃത്വത്തിലുള്ള ഈ സംഘവും വലിയ ചടങ്ങിന് സാക്ഷിയാകും. നമുക്കറിയാം, കൂവക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം നിലവിൽ സീറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പാണ് മാർ ജോർജ് കൂവക്കാട്. അദ്ദേഹത്തിനൊപ്പം 20 പേരെയാണ് ഇന്നിപ്പോൾ കർദിനാൾ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യൻ സമയം രാത്രി 9-ന് നടക്കുന്ന ഈ ചടങ്ങ് കഴിഞ്ഞാൽ പിന്നീട് നാളെ പ്രത്യേക കുർബാനയും വത്തിക്കാനിൽ നടക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. ആ കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം ഇന്ന് അദ്ദേഹം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ഈ 20 ആർച്ച് ബിഷപ്പുമാരും ഉണ്ടാകും. അതിലൊന്ന് കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി സീറോ മലബാർ സഭ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ടുള്ള മാർ ജോർജ് കൂവക്കാടാണ് എന്നതാണ് ശ്രദ്ധേയം. അതിനാൽ ഭാരതത്തിലെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിന് വലിയ ആവേശവും അതോടൊപ്പം തന്നെ അഭിമാനവും നൽകുന്ന നിമിഷങ്ങളാണ് വത്തിക്കാനിൽ നടക്കാൻ പോകുന്നത്. ആ കാഴ്ചയിലേക്ക് രാത്രി 9 മണിക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. വിനോദ്. ഗൗതം, അതേപോലെ ഇന്നലെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ജോർജ് കുര്യനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ഒരു കാര്യം, മാർപ്പാപ്പ പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നു, അപ്പോൾ സ്വാഭാവികമായി മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് അത് വിദേശകാര്യ മന്ത്രാലയമാണ് അത്തരം കാര്യങ്ങളിൽ നീക്കം നടത്തേണ്ടത് എന്നുള്ളതാണ്. നമ്മൾ കുറേ നാളായി കേൾക്കുന്നതാണ് മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യം. അത് ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രിയും അതേപ്പറ്റി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നുണ്ടോ ഗൗതം? വിനോദേ, മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മാർപ്പാപ്പയെ നേരിട്ട് ഭാരതത്തിലേക്ക് ക്ഷണിച്ചത്. അദ്ദേഹം അടുത്ത കാലത്ത് ഇറ്റലി സന്ദർശിക്കുമ്പോൾ റോമിൽ വെച്ച് മാർപ്പാപ്പയെ കാണുകയും അദ്ദേഹത്തോട് ഭാരതത്തിലേക്ക് സന്ദർശനം നടത്തണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വത്തിക്കാൻ ഈ കാര്യം അംഗീകരിക്കുകയും ഭാരതത്തിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ അധികം വൈകാതെ തന്നെ എത്തും എന്നത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് നൽകിയതാണ്. പക്ഷേ ഇതിൻ്റെ തീയതി സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഇനിയും വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ വത്തിക്കാനും തമ്മിൽ ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കറിയാം, അദ്ദേഹം ലോകത്തിൻ്റെ പല ഭാഗങ്ങൾ സന്ദർശിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും അനിഷേധ്യനായ വ്യക്തിയാണ്. അതിനാൽ തന്നെ അദ്ദേഹം ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ വളരെ മുൻപ് തന്നെ അതിൻ്റെ തീയതികൾ കുറിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യപദ്ധതികൾ അവിടെ നടപ്പാക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെയാണ് മാർപ്പാപ്പ പൊതുവെ വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നത്. അതിനാൽ ഇനിയും വിദേശകാര്യ മന്ത്രാലയവും അതോടൊപ്പം തന്നെ വത്തിക്കാനും തമ്മിൽ ഇതിൻ്റെ തീയതി സംബന്ധിച്ചൊരു ധാരണയാകേണ്ടതുണ്ട്. ഒരുപക്ഷേ ഇപ്പോൾ ഈ കേന്ദ്ര സംഘം നടത്തുന്ന ഈ യാത്ര മാർ ജോർജ് കൂവക്കാടിൻ്റെ കർദിനാൾ പദവിയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുന്ന ചടങ്ങിന് വേണ്ടിയുള്ള യാത്രയാണിപ്പോൾ ഈ ജോർജ് കുര്യനും സംഘവും നടത്തുന്നതെങ്കിലും ഒരുപക്ഷേ വിനോദ് സൂചിപ്പിച്ചതുപോലെ മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും
എന്തായാലും അതിനുശേഷം ഇങ്ങോട്ടുള്ള ഭാരതത്തിലേക്കുള്ള യാത്ര സംബന്ധിച്ച ഒരു ചർച്ച ഒരുപക്ഷെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിന് മാർപ്പാപ്പയുടെ സമയം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര സംഘം അതിനായി സമയം ചോദിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും നമുക്ക് വരേണ്ടതുണ്ട്. ഏതായാലും ജോർജ് കുര്യനും അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം വൈകാതെ തന്നെ മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അതിലൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. അദ്ദേഹം മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും ഭാരതത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. അതിനാൽ പ്രധാനമന്ത്രി തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര സംഘത്തെയും ഈ ചടങ്ങിലേക്ക് അയച്ചത് എന്ന കാര്യം കൂടി ജോർജ് കുര്യൻ പറഞ്ഞിരുന്നു. അതായത് മോദി നേരിട്ട് ഇത്തരത്തിൽ ജോർജ് കുര്യൻ തന്നെ ഇതിന് നേതൃത്വം നൽകണം, ഒപ്പം രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയും അനിൽ ആന്റണിയും ഒക്കെയുള്ളൊരു സംഘം പോകണമെന്ന് അദ്ദേഹം ഒരു ആവശ്യമായി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംഘം പോയിട്ടുള്ളത്. അതിനാൽ ഈ യാത്രയ്ക്ക് ശേഷം ഒരുപക്ഷെ ഈ മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം സംബന്ധിച്ചുള്ള ഒരു തീയതി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, അങ്ങനെ തന്നെയാണ്. മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ഗൗതം ഈ നിമിഷം പങ്കുവെക്കുന്നത്.